അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെന്നുള്ളതേ ബാങ്കോക്കിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാഞ്ചനപുരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കാഞ്ചനപുരി എന്താണെന്നല്ലേ പോണ വഴിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടിപൊളി സ്ഥലമായിരിക്കും, അടിപൊളി കാഴ്ചകളായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അതേപോലെ പുറത്തിറങ്ങി, നമ്മൾ ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി ഒരു 8 മണിയായിട്ട സമയം കാലത്ത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് റോട്ടിലൊക്കെ. കണ്ടില്ലേ നമ്മുടെ ഐക്കിയ. ഇന്നലെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഇത് കണ്ടോ നിങ്ങൾ, ഫുൾ റോ ആയിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്നത്. ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ തേച്ച് വിട്ടിട്ടുണ്ട്. എന്നിട്ട് അതമ്മയാണ് മൊത്തം പരിപാടികൾ ചെയ്തിട്ടുള്ളത്. ഐക്കിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഷോറൂമുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. കുറേ പരിപാടികൾ അവർ ഇതേപോലെ തന്നെ റോ ആയിട്ട് നിർത്തും. കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ നമ്മൾ. കാറ് വന്നു. കാലത്ത് തന്നെ നല്ല ട്രാഫിക്കാന്ന് തോന്നുന്നുണ്ട് ആക്ച്വലി. ഇവിടെ ബാങ്കോക്കിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ ട്രാഫിക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ട്രാഫിക് വരും. എയർപോർട്ടിലേക്ക് പോകാനുള്ളവർ കുറച്ചൊരു 2 മണിക്കൂർ നേരം മുമ്പെങ്കിലും എൻ്റെ പൊക്കൊള്ളണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ പെടും. ഗണേശ ടെമ്പിളിൻ്റെ അവിടെ വരാനാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഗണേശ ടെമ്പിൾ അവിടെ കാണുന്നത് വേണ്ടില്ലേ. അപ്പോൾ ഇവിടെ ആൾക്കാർ റെഡിയാണ്. ക്ലൂക്കിൻ്റെ ടൂർ ഓപ്പറേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ പുള്ളിക്ക് ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെ ഗണേശൻ്റെ വാഹനമായിട്ടുള്ള എലി, അതുപോലെ തന്നെ ഒരുപാട് ആനകൾ, വേറെ ചെറിയ ചെറിയ ആനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു രൂപങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. തായ്ലൻഡ് വന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് അടിപൊളിയായിട്ട്. ഫുള്ള് ആനകളാട്ടോ, ഫുള്ള് ആനകൾ വെച്ചേക്കാണ്. ഗണേശ് എന്ന് പറഞ്ഞാൽ ആനയാണല്ലോ. ഫുള്ള് ആനകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അപ്പുറത്തും ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ട്. ഗണേശ ദ ലോർഡ് ഓഫ് സക്സസ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴേ നമുക്ക് ഇതേമാതിരി ഒരു സ്റ്റിക്കർ വന്നു. ഈ സ്റ്റിക്കറിൻ്റെ ബേസിസിലായിരിക്കും അവർ, പല ആൾക്കാരുണ്ട്, പല ടൂറിന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ക്ലൂക്കിൻ്റെ സെയിം ഓപ്പറേറ്ററുടെ. അപ്പോൾ നമുക്കവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് വണ്ടി വരും, ആ വണ്ടിയിൽ കയറി പോവുക. അപ്പോൾ അവർ ഇൻഷുറൻസ് ഫോമും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ അടിപൊളിയുണ്ട് കേട്ടോ. ആ ട്രിപ്പിനെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓൾറെഡി ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, എന്നാൽ പോലും ട്രിപ്പിനെ അവർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡിൽ കുറേ ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഈ ആപ്പുകളുടെ പേരുകളും അതിൻ്റെ QR കോഡ് എങ്ങനെ സ്കാൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹെൽപ്പിംഗ് ഡെസ്ക് ഉണ്ട്. ആരും കാണാനില്ല, മേ ബി വെരി മോർണിംഗ് അല്ലേ. രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധത്തടവുകാരുടെയും ഏഷ്യൻ അടിമത്തൊഴിലാളികളുടെയും രക്തവും വിയർപ്പും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട തായ്ലൻഡിന്റെ ചരിത്രത്തിന്റെ ഭയാനകമായ ഭാഗമാണ് ഡെത്ത് റെയിൽവേ. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഇംപീരിയൽ ജാപ്പനീസ് സൈന്യം തെക്കുകിഴക്കൻ ഏഷ്യ ഏറ്റെടുക്കുകയും 10,000-കണക്കിന് വിദഗ്ധരും ആരോഗ്യമുള്ളവരുമായ യുദ്ധത്തടവുകാരെ ശേഖരിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ തൊഴിലാളികളായി ഉപയോഗിച്ചു. ഈ യുദ്ധത്തടവുകാരെ പണിയെടുപ്പിച്ച പ്രധാന പദ്ധതികളിലൊന്ന് റെയിൽവേ നിർമ്മാണമായിരുന്നു. ഈ പുരുഷന്മാരും മറ്റ് പല ഏഷ്യൻ തൊഴിലാളികളും ജോലി അന്വേഷിക്കുന്നവരെ റെയിൽവേ നിർമ്മിക്കാൻ നിയോഗിച്ചു. ഇത് തായ്ലൻഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇന്ത്യയിലെ ജാപ്പനീസ് അധിനിവേശത്തെ സഹായിക്കാൻ ബർമീസ് യുദ്ധമുന്നണിയിലേക്ക് മുറിച്ചു. 1942-നും 1943-നും ഇടയിൽ 16 മാസത്തെ നിർമ്മാണത്തിനിടെ 100,000-ലധികം തൊഴിലാളികൾ മരണമടഞ്ഞതിനാൽ തായ്ലൻഡ് ബർമ റെയിൽവേ എന്നായിരുന്നു ഇതിന് മരണ റെയിൽവേ എന്ന വിളിപ്പേര് ലഭിച്ചത്. പൂർത്തിയായി കഴിഞ്ഞാൽ തായ്ലൻഡിലെ ബാൻപോങ്ങിൽ നിന്ന് ബർമയിലെ തൻബുയ് സായത്ത് വരെ 250 മൈൽ നീണ്ടു. 1945 വരെ യുദ്ധത്തടവുകാരുടെ ക്യാമ്പുകളിൽ കഴിയവേ നിരവധി പേർ മരിച്ചു. ദയനീയമായ ചൂടും മഴക്കാലവും തൊഴിലാളികളെ വലച്ചു. ശുചിത്വമില്ലായ്മ, അപര്യാപ്തമായ മെഡിക്കൽ സപ്ലൈസ്, ജാപ്പനീസ്, കൊറിയൻ ഗാർഡുകളിൽ നിന്നുള്ള പതിവ് മർദ്ദനങ്ങൾ എന്നിവ മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ക്ഷീണം, ഛർദി, അണുബാധ, പോഷകാഹാരക്കുറവ് എന്നിവ മൂലമാണ് മിക്കവരും മരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനും ചെറിയൊരു പരിപാടിക്ക് വേണ്ടി നിർത്തിയേക്കണം. ഒരു 10-15 മിനിറ്റ് ഒരു ടൈം വന്നിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം മേടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിറ്റ് സ്റ്റേഷൻ ആട്ടോ ഇവിടെ പെട്രോൾ സ്റ്റേഷനുകൾ പറയുന്നത്. പിറ്റ് സ്റ്റേഷൻ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ബോർഡാണ് കാണാനുള്ളത്. ഓക്കെ, ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാം. സബ്വേ ഉണ്ട്, ATM ഉണ്ട്.
കാഞ്ചനപുരിയിൽ സന്ദർശകർക്ക് വിവിധ പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയിലും ചരിത്രത്തിലും മുഴുകാൻ കഴിയും. പ്രകൃതിരമണീയമായ പാതകളിലൂടെ സഞ്ചരിച്ച് എറവാൻ വെള്ളച്ചാട്ടത്തിന്റെ മരതക കുളങ്ങളിൽ നീന്തുക, അല്ലെങ്കിൽ ക്വായ് നദിയിലൂടെ ശാന്തമായ മുള റാഫ്റ്റിംഗ് നടത്തുക. വേദനാജനകമായ ഹെൽഫെയർ പാസ് മെമ്മോറിയൽ മ്യൂസിയം പര്യവേക്ഷണം ചെയ്ത് ഡെത്ത് റെയിൽവേയിലൂടെ നടക്കുക. സഖ്യകക്ഷികളായ യുദ്ധത്തടവുകാരെ ആദരിക്കുന്നതിനായി ക്വായ് നദിക്ക് കുറുകെയുള്ള പ്രശസ്തമായ പാലവും കാഞ്ചനപുരി യുദ്ധ സെമിത്തേരിയും സന്ദർശിക്കുക. ഒരു സാംസ്കാരിക അനുഭവത്തിനായി അതിശയകരമായ കാഴ്ചകൾക്കായി മലമുകളിലെ വാട്ട് താംസ്യുവയിലേക്ക് കയറുക. എലിഫന്റ് നേച്ചർ പാർക്കിൽ രക്ഷപ്പെടുത്തിയ ആനകളുമായി സംവദിക്കുക. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇവയാണ്. അലോയ്സ് ഇരിക്കണ ആവശ്യം പോലെ അലോയ്സ് ഉണ്ട് കേട്ടോ. ഈ തായ്ലൻഡിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് അലോയ്സ് ഇമ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഈ അലോയ്സിൻ്റെ ഒരു മെയിൻ ഏരിയയാണ് ഈ കാണുന്ന സ്ഥലം. എന്തായാലും അടിപൊളി കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ കാഞ്ചനപുരി എത്തിയിട്ടോ. കാഞ്ചനപുരി എത്തിയിട്ട് ഗവർണറുടെ വീടാന്ന് പറയുന്നത്. നമുക്ക് ടൂർ ഗൈഡാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ടല്ലേ നമ്മുടെ നാട്ടിലൊരു പഴയകാലത്തെ വീടിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് സാധനത്തിന്. രണ്ട് തരത്തിലുള്ള ഭാഷയുണ്ട്. നമുക്ക് ചൈനീസ് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേപോലെ നമുക്ക് ഇംഗ്ലീഷും പറഞ്ഞു തരുന്നുണ്ട്. ചരിത്രം മണ്ണാട്ടാ. വേൾഡ് വാർ 2 സമയത്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന സ്ഥലത്തിന്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അവർ അതൊക്കെ പുല്ലൊക്കെ സെറ്റാക്കി വെച്ച കണക്ക് ഏതല്ല അവര് അടിപൊളിയുണ്ട് കേട്ടോ. ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഓഡിറ്റോറിയം പോലെ. ഇത് ശരിക്കുള്ള പുല്ലാട്ടാ, പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമല്ല, ശരിക്കുള്ള പുല്ലാണ് വെച്ച് പിടിച്ചിട്ടുള്ളതാണ്. അവിടെയൊക്കെ കറക്റ്റായിട്ട് വെട്ടി അവർ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചിത്തിരി അലമ്പാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ വഴി കൂടെ നടക്കുമ്പോഴേ പഴയ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ബാങ്കൊക്കെ കണ്ട മാതിരിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നുമല്ല കാണുന്നത്. ഭയങ്കര ടിപ്പിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് ഇത് കണ്ടില്ലേ. ചെറിയ അമ്പലം, ചൈനീസ് രീതിയിലുള്ളൊരു അമ്പലമാണ് കേട്ടോ അത്. ഈ ചൈനീസ് ടെമ്പിളാണെന്നുണ്ട് കണ്ടിട്ട് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യാം. എനിക്ക് അതിൻ്റെ ഒരു കളറും അതേപോലെ ഭാഷയൊക്കെ കണ്ടിട്ട് ചൈനീസാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചെറിയ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അടിപൊളി. നമ്മുടെ പോണ്ടിച്ചേരിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറും ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ 2 ആർക്കിടെക്ചർ മിക്സിംഗ് ആണെന്നാണ് കേട്ടോ ഗൈഡ് പറഞ്ഞു തന്നത്. അതായത് ചൈനീസ് ആർക്കിടെക്ചറും യൂറോപ്യൻ ആർക്കിടെക്ചറും മിക്സിംഗ് ആണെന്നാണ് പറയുന്നത് ഈ ഒരു ബിൽഡിങ്. അത് പണ്ടത്തെ ഒരു ഹോട്ടലായിരുന്നു എന്ന് പറയുന്നത്. താമസിക്കുന്ന ഹോട്ടലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഹോട്ടലൊന്നും ഇല്ല. അതിൻ്റെ ഒരു റൂഫൊക്കെ നോക്കി നോക്കിയാൽ നിങ്ങൾ ഫുള്ളും മരത്തോണ്ട് ആണ് അതിൻ്റെ വുഡൻ റൂഫും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ചൊരു ആർക്കിടെക്ചറൽ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ വരുമ്പോഴും ഈ നമ്മുടെ പണ്ടത്തെ കടകൾക്ക് ഷട്ടർ അടക്കില്ലേ, നമ്മളിങ്ങനെ വലിച്ചടക്കില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഈ സംഭവം കണ്ടല്ലോ, ഹാർലി സംഭവമൊക്കെ അന്നത്തെ കാലത്തെ കസാരയും സംഭവങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, ഫോട്ടോ. ഓക്കെ ഓക്കെ. പൂച്ചയ്ക്കാണ് കിടന്നുറങ്ങണം കേട്ടോ. പൂച്ച കസാരയിൽ കയറിയുന്ന അടിപൊളി ഉറക്കാണ് അത് കിടന്നത്. മൈൻഡിൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ആള്. ഫാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഴയ ടൈപ്പ്, നമ്മുടെ പണ്ടത്തെ മച്ചൊക്കെ ഇല്ലേ, തറവാട് മച്ച്, അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. നമുക്കിത് പുതുമയില്ല കേട്ടോ. പക്ഷേ സായിപ്പന്മാർ ഇതൊക്കെ വന്നിട്ട് ഭയങ്കര പുതുമയാണ് അവർക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനത്തെ തട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. കാണുന്നത് ഇവിടെ കാഞ്ചനപുരിയുടെ മാപ്പാണ് കേട്ടോ. പണ്ടത്തെ കാലത്തെ മാപ്പ് അവരൊട്ടിച്ച് വെച്ചേക്കെന്താ ഏതെല്ലാം വരും നോക്കി. ഹിസ്റ്ററിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടെ വരാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പിയാനോ കേട്ടോ, പണ്ടത്തെ സാധനം കേട്ടോ. 100 കൊല്ലം പഴക്കമുള്ള സാധനം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇന്നത്തെ പിയാനോയും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് കാണാനുള്ളത്. പക്ഷേ ഈ സാധനം കണ്ടോ, കുറേ സ്വിച്ചുകളുണ്ട്. എന്തിനൊക്കെയാണെന്നൊരു പിടിയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് സാധാരണ രീതിയിൽ വായിക്കണ സ്വിച്ചാണ്. പക്ഷേ ഇത് കണ്ടോ, പല സംഭവങ്ങളും മാറ്റാളൊക്കെ ഉണ്ട്. ഫ്ലൂട്ട്, ഹോൺ, റീഡ്, സ്ട്രിങ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ച് നോക്കി, ഇവിടെ ഒരു സ്വിച്ചാണ് ഇങ്ങനെ. ഇത് പ്ലേ ചെയ്യണ സ്പീക്കർ താഴെ കേട്ടോ. അടിപൊളി.
കുറേ സാധനങ്ങൾ ഇവിടെ ഒരു പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കഫേയാണ്. ഇപ്പോൾ ഇത് പണ്ട് കൺവീനിയൻസ് സ്റ്റോർ ആണെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. ഇതിൻ്റെ പണ്ടത്തെ ഒരു പിക്ചർ അവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് അവർ. നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഇപ്പോൾ അവരത് ഒരു കഫേ പോലെ ആക്കിയെടുത്തേക്കാണ്. പൂച്ചെടുത്ത് ഫോട്ടോ എടുക്കുന്നിട്ടാണ് കാണണേ. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നേ, ഇത് പണ്ട് കാലത്ത് 100 കൊല്ലം മുമ്പ് ഇതൊരു ഫാർമസി ആയിരുന്നു. അതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ 100 കൊല്ലം മുമ്പ് അതിന് മുകളിൽ പഴക്കമുള്ള സംഭവമാണ്. ഡിസ്പെൻസറി എന്ന് എഴുതി വെച്ചാണ് അവിടെ. കാണാണ്ടെന്ന് അറിയില്ല കേട്ടോ, ഒക്കെ മാഞ്ഞു പോയി തുടങ്ങി. എന്താ ഡിസ്പെൻസറി ഇപ്പം അതില്ല, ഇപ്പം അത് വെറുതെ അടച്ചിട്ടേക്കാണ്. അന്ത കാലത്ത് ഡിസ്പെൻസറി ആയിട്ടാണ് കാണണേ. അപ്പോൾ പറയുന്നത് ഈ ഡിസ്പെൻസറി ജപ്പാൻകാരുടെ ഡിസ്പെൻസറി ആണെന്ന് പറയുന്നത്. ആ ജപ്പാനീസ് ഭാഷ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ മാഞ്ഞു പോയി തുടങ്ങി. ജപ്പാൻകാരുടെ ഡിസ്പെൻസറി ആയിരുന്നു. പിന്നെ ഈ ടൗൺ കംപ്ലീറ്റ്ലി ജപ്പാൻ പട്ടാളക്കാരായിരുന്നു കൈയടക്കിയിട്ടുണ്ടായിരുന്നതെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ഭയങ്കര ഒരു ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്. World War II സമയത്തുള്ള കാര്യമായിട്ട് പറയണേ. ഇതൊന്നല്ല, World War II എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം എത്ര പോകണമെന്നറിയോ? പിന്നേക്ക് ഇവരുടെ മാർക്കറ്റാട്ടാ, വേറെ ലെവൽ മാർക്കറ്റ്. നോക്കി പലചരക്ക് സാധനങ്ങളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന മാർക്കറ്റാണ് കാണുന്നത്. മാർക്കറ്റാണെന്നുണ്ടെങ്കിലേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് സംഭവം. നോക്കി നിങ്ങൾ ഏതാ ലെവൽ നോക്കി, ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ്. അത്ര അടിപൊളിയായിട്ടാണ്. ഇതൊരു ഉള്ളേരിയയാണ്, ഭയങ്കര ഉള്ളിലാണ്. ബാങ്കോക്കിൽ നിന്നൊരു 130-140 കിലോമീറ്റർ ഉള്ളിലുള്ളൊരു ഏരിയയാണ്. അവിടെ പോലും ഭയങ്കര ഹൈജീനിക് ആയിട്ട് ഒരു എല്ലാ ഭാഗം ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരു ചൈനീസ് ഹോട്ടലാന്ന് തോന്നുന്നു, കോഫി സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിനും എന്തോ ചരിത്രം ഉണ്ട് കേട്ടോ. ഗൈഡ് പറയുന്നുണ്ട് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളിലും ചരിത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ബിൽഡിങ്ങുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ട് അവിടെ നിന്ന് പോകണല്ലോ. ഇതാ ഈ ബിൽഡിങ്ങിന് എന്തോ ചരിത്രം പുള്ളിക്കാർ പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ? Okay. And then to the for the sculpture this one. Okay. And the inside have for the there are 14 rooms. 14 rooms. Now is the അന്ത കാലത്തെ ഹോട്ടലാണ്. കണ്ടില്ലേ കാഞ്ചനപുരി ഹോട്ടല്. ഞാൻ അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കാട്ടോ, ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണില്ല. നോക്കി കേട്ടാ, കാഞ്ചനപുരി ഹോട്ടല്. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, ഇത് കംപ്ലീറ്റ്ലി ഇപ്പോൾ താഴെ ഒരു ഗ്രോസറി ഷോപ്പ് മാത്രമായിട്ട് ഇട്ടേക്കുക. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഇത് എല്ലാത്തിൻ്റെ മുന്നിൽ ഇതേമാതിരി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണ് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കാം. അതേമാതിരി അവിടെ കാഞ്ചനപുരി ഹോട്ടലിനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, അവിടെയും ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ പ്രത്യേകതയുള്ള കെട്ടിടങ്ങളുടെയൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നോർമലി അതിന് ശേഷം വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഇടിച്ച് പൊളിച്ച് പണിതിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ചരിത്രം ഇറങ്ങുന്ന കെട്ടിടങ്ങൾ മുഴുവൻ അവരിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ചൈനീസ് ഹോട്ടലിൻ്റെ ഉൾഭാഗത്ത് കയറിയതാട്ടോ. ടെലിഫോൺ കണ്ടോ, പണ്ടത്തെ സാധനം, ഏറ്റവും പണ്ടത്തെ സാധനം, ഉറപ്പാണത്. ഇത് എനിക്ക് തോന്നുന്നത് ചൈനീസ് ഭാഷ തന്നെയാണ് കേട്ടോ. ചൈനീസോ ജപ്പാനീസോ ആണ്, ഏതാണെന്നൊരു പിടിയില്ല. അടിപൊളി. പുതിയ കാലത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബൈക്ക് നോക്കി, കുഞ്ഞു പിള്ളേരുടെ ബൈക്ക്, അടിപൊളി സാധനം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുട്ടായി കാണാണ്ടെന്നാണ് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയുള്ളൂ കേട്ടോ. എനിക്ക് ചേതക്ക് മാരുതിയൊരു സ്കൂട്ടറാട്ടോ, അന്തകാലത്തെ സ്കൂട്ടറാണെന്നുണ്ട് ഇതൊക്കെ. ഇത് പുതിയ കാലത്തിൻ്റെ സാധനം കേട്ടോ, വെസ്പയാണെന്നുണ്ടത് കണ്ടിട്ട്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു ഇവിടെ ഇങ്ങനെ ഷോ കേസിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഈ ചരിത്രം കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നായിരുന്നു. ഇതൊന്നല്ല കേട്ടോ, കിടക്കാൻ കാഴ്ചകളൊക്കെ ഇനി വരായിരിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു ടൂർ പാക്കേജ് ഇവിടെ ബുക്ക് ചെയ്തുകൊണ്ട് അവർ പറയുന്ന രീതിയിൽ നമുക്ക് പോകാനേ പറ്റുള്ളൂ. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല. പക്ഷേ ഒരു 3000 റുപ്പീസൊക്കെ വരുന്നുള്ളൂ നമ്മുടെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിലും ആ ഒരു കോസ്റ്റ് എനിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ബുക്ക് ചെയ്തത്. അപ്പോൾ
എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ലഞ്ചും വെള്ളം പിന്നെ ചെറിയ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൂക്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ക്ലൂക്കിനകത്ത് നിങ്ങൾക്ക് കുറേ വെൻഡേഴ്സിന് കാണാം, അവർ ഓഫർ ചെയ്യുന്ന ടൂർ പാക്കേജുകൾ കാണാം. അപ്പോൾ ആ ടൂർ പാക്കേജുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. വളരെ ഈസിയാണ്. അവർ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഓൺ ബോർഡ് ചെയ്താൽ മതി. അതേ സ്ഥലത്ത് തന്നെ അവർ തിരിച്ചു കൊണ്ടുവന്നാക്കും. സോ ഇറ്റ്സ് ടു ഈസി. ഇത് വേറൊരു സംഭവം കേട്ടോ, സിവാപ്പ ഹൗസ് എന്നും പറഞ്ഞിട്ടൊരു നിർമ്മിതിയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഒക്കെ ജപ്പാനീസ് തന്നെയാണ്, ഫുള്ള് ജപ്പാനീസ് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് വിസിബിലിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കണ്ടില്ലേ, ഓരോ സ്ഥലവും അത് കറക്റ്റായിട്ട് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഷട്ടറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനില്ല. കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗമൊക്കെ ഇതൊക്കെ പഴയകാലത്തെ കെട്ടിടങ്ങൾ തന്നെയാണ്. ഇത് എന്തോ ഒരു പ്രത്യേക ആർക്കിടെക്ചറിലുള്ളൊരു വ്യാളിയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കാണാണ്ട് തന്നെ. ചൈനീസ് അല്ലെങ്കിൽ ജപ്പാനീസാണ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വേണ്ട വണ്ടിക്കാരൊക്കെ നിർത്തിയാറുണ്ടാ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിക്കാരൊക്കെ ഫുള്ള് നിർത്തിയാൽ നിൽക്കുക. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി വരും ആൾക്കാർ. രക്ഷയില്ല, ഭയങ്കര ലെവലാട്ടോ അവിടെ ആൾക്കാർ. അത് ഭയങ്കര ഒരു സംഭവമായി പോയിട്ടാ. ഫോട്ടോ എടുക്കാൻ തന്ന സമയത്ത് കാറുകളും ബൈക്കുകളും എല്ലാം അപ്പുറത്തായിട്ട് അങ്ങനെ നിർത്തി. ഞങ്ങൾ ഫോട്ടോ എടുത്തോ, അടിപൊളിയായിട്ട് എടുത്തോ, ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി തരാം എന്നും പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മിനിറ്റ് വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോണടി മകളം തുടങ്ങില്ലേ. സംഭവമാണ്. നമുക്ക് ഇവിടെ വരുമ്പോഴേ ഇതാണ്ട ഗ്ലാസ് ബ്രിഡ്ജ് അടിച്ച് വെച്ചേക്കണേക്ക് ചെറുതൊന്നല്ല കേട്ടോ, ഒരു 1.5 കിലോമീറ്റർ നീളുണ്ട് ഈ സാധനം. ഈ അറ്റം തൊട്ട് അറ്റം വരെ ഇതിന് നീളുണ്ട്. അടിപൊളി. നമ്മുടെ പാക്കേജിൽ അതിൻ്റെ മുകളിൽ കയറലുണ്ടോയെന്നൊക്കെ അറിയില്ല. അങ്ങനെയൊന്നും ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐറ്റനറി ഞാൻ കണ്ടില്ല. പക്ഷേ ഈ സാധനത്തിന് നീളം കണ്ടത് നിങ്ങൾ ഒരുപാട് നീളത്തിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഇപ്പുറത്തെ റിവർ കണ്ട, ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. കവിനോയ് റിവർ എന്നാണ് കേട്ടോ ഈ റിവറിൻ്റെ പേര് ഇവർ പറയുന്നത്. അടിപൊളി റിവർ, ഒരു രക്ഷയില്ല. ഓക്കെ, നമ്മൾ ബാങ്കോക്ക് പട്ടായൊക്കെ വന്നിട്ട് തായ്ലൻഡ് കണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ തായ്ലൻഡ് കാണാനുള്ള കാഴ്ചകൾ വേറെ ഉണ്ട് എന്നുള്ളത് ഇവിടെയൊക്കെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഭയങ്കര സെറ്റപ്പാണിത് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ബോട്ടിൽ ഇവിടെ നമ്മൾ പോകണമെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, ഇത് നമ്മൾ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയില്ലേ, അത്തരത്തിലുള്ള ബോട്ടാട്ടാ. കിട്ടുന്ന എഞ്ചിനും സംഭവങ്ങളൊക്കെ ആയിട്ട് നോക്കി, എഞ്ചിൻ നോക്കി ടർബോ ചാർജറൊക്കെ വെച്ചിട്ട് പെട്ടയ്ക്കുള്ള പരിപാടി ആവുന്നുണ്ട് സാധനം. കൺഫ്യൂഷനായ എങ്ങനെ പോകണമെന്ന് എളുപ്പമല്ല പരിപാടി. വെയിറ്റുള്ള ആൾക്കാരൊക്കെ എവിടെ ഇരുത്തണോ നോക്കാം നമുക്ക്. ഫോട്ടോ എടുത്തോട്ടാ, നമ്മളിരിക്കണ ഇരിപ്പോക്ക് കാലൊക്കെ നീട്ടിരിക്കുന്നുണ്ട്. ഇത്ര അടുത്ത വെള്ളം ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ എനിക്ക് എന്നുള്ളത് ഒരു പിടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാലേ ഭയങ്കര ഹൈറ്റ് കുറവിടത് ഈ സാധനം ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് എനിക്കുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ കുമ്പിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി പോകണം. ഓക്കെ, ഇത് വേണ്ട, ഞാൻ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ആട്ടാ കാണണേ. അത്യാവശ്യം നല്ല നീളത്തിൽ ആ സംഭവം ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയാണ് സാധനം, ഒരു രക്ഷയില്ല. ഓക്കെ, ആ റിവറിൻ്റെ മുകളിലേക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിനെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് അടിപൊളിയാക്കിണ്ടല്ലേ. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇങ്ങനത്തെ കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇതിൽ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് പോകണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഡെത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കവിടെ പോയിട്ട് ബാക്കി ആഴ്ച കാണാം.
കാണുന്ന സംഭവം കണ്ടോ നിങ്ങൾ? ഇതാണ് ഡെത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ്. മ്യാൻമറിൽ നിന്ന് ഇവിടുന്ന് മ്യാൻമറിലേക്ക് പണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ട്രെയിൻ റൂട്ടാണിത്. ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. ഇതിന് മുകളിൽ കൂടെ ഇപ്പോഴും ട്രെയിൻ വരും കേട്ടോ. കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇത് കാണാൻ പറ്റുമോ നോക്കാം. ബോട്ടിറങ്ങി നമ്മളിങ്ങനെ സ്റ്റെയർ കയറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കതാണ് ഇപ്പോൾ മണി 12 ആവാനോ പോകണം. മേ ബി ഫുഡ് കഴിക്കാനുള്ള പരിപാടി ആയിരിക്കും. ഐറ്റിനറിയിൽ 12 മണിക്ക് ഫുഡ് കഴിക്കാമെന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൾക്കാർ നടക്കണുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ ബാങ്കോക്ക് വരണവർ കാഞ്ചനപുരി മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇങ്ങനെ കുറേ കച്ചവട കടകളൊക്കെ ഉണ്ട്. എല്ലായിടത്തുള്ള പോലെ തന്നെ ഒരുപാട് സാധനങ്ങളും മോതിരം, വള, കമ്മൽ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വലിയ പൈസ ഇല്ല കേട്ടോ. 20 ഭാഗത്ത് 30 ഭാഗത്തൊക്കെ കാണാമല്ലോ. പുള്ളിക്കാർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വേഗം നടക്കുന്ന സമയം. ഓക്കെ, 7-Eleven ഫ്രണ്ടിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആനയിലാണ്ടുള്ളൊരു കളിയില്ലാട്ടോ അവിടെ. തായ്ലൻഡ് മെയിൻ ആനയ്ക്ക് പ്രസിദ്ധമാണ്. ഇവിടുത്തെ ഒരു ജ്വല്ലറി അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു വളയും കമ്മലും മാലയും മാത്രം ഒന്ന് കാണാൻ മനസ്സിലാവണില്ല. ഇതൊക്കെ അവിടെ നോക്ക്, ഫുള്ള് തന്നെ. നമ്മുടെ ഡ്രൈവർ ചേട്ടാ ഇവിടെ എത്തിയിട്ടാ മിന്നിച്ചിട്ട് കേൾക്കണു. ഈ 7-Eleven മുന്നിലേക്ക് വരാനാണ് പുള്ളിക്കാർ പറഞ്ഞത്. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. സ്ഥലത്ത് ഇവരിങ്ങനെ നിർത്തിയേക്കാം കേട്ടോ. നല്ല അടിപൊളി വൈബ് സ്ഥലം, നല്ല ഹട്ട് സംഭവം സെറ്റപ്പൊക്കെയാണ്. മിക്കവാറും ഫുള്ള് തായ് ഫുഡ് തന്നെയായിരിക്കും. വേറെ നമുക്ക് വരുന്ന സാധനങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കട്ടെ. പക്ഷെ നല്ല വൈബ് സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറഭാഗം ഉണ്ടല്ലോ മ്യാൻമറാട്ടാ. ചിന്തിക്കാൻ പറ്റുമോ? മ്യാൻമർ ബോർഡറിൻ്റെ അടുത്താണ് നമ്മൾ. ആക്ച്വലി ഈ ഡെത്ത് റെയിൽവേ എന്ന് പറയുന്നത് ബർമ്മ തായ് റെയിൽവേ ആണ് പണ്ടത്തെ. അപ്പോൾ അതിൻ്റെ ബോർഡർ ഭാഗത്താണ് നമ്മളിപ്പോൾ ഏകദേശം നിൽക്കുന്നത്. ബോർഡറിലേക്ക് നമുക്കിപ്പോൾ ഇവരുടെ പാക്കേജിലില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പോകുമായിരുന്നു. അതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ് കാണാൻ. അടിപൊളി. ഭരണിയുടെ ഉള്ളിൽ കൂടെ വെള്ളം ചീറ്റിച്ചിരുന്നേ. ഫുൾ തായ് ഫുഡ് തന്നെ കേട്ടോ. വേറൊന്നും പറയാല്ലേ. തായ് ഫുഡ് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ടീം ലഞ്ച് കഴിഞ്ഞു കേട്ടോ. കിടിലൻ ഫുഡായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത മാതിരി ടിപ്പിക്കൽ തായ് ഫുഡല്ല, എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു. ഫിഷ് ഫ്രൈ രക്ഷയില്ല. ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് അവർ പറഞ്ഞത്. എരിവൊന്നുമില്ല, എന്നാലും ചെറിയൊരു മസാല, എന്തൊക്കെയൊരു മസാല ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ക്ലൂക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ കുറേ പാക്കേജുകൾ കാണാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഒരു ടീം പോലെയാണ് ഫുള്ള് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എന്താ പറയുക റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു രസമുണ്ട്. പക്ഷേ ഐ പ്രിഫർ ടു ട്രാവൽ അലോൺ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ് സുഖം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡത്തിൽ ട്രാവൽ ചെയ്യാനോ. ഇതിൻ്റെ ഒരു ഗാർഡനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക് ആട്ടോ. ആണ്ടല്ലേ, പ്ലാസ്റ്റിക് ഷീറ്റാണ്. നന്നായിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസ് അടിപൊളിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ചനപുരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ വെസ്റ്റ് ഭാഗത്ത്, അതായത് തായ്ലൻഡിൻ്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ് കാഞ്ചനപുരി. അപ്പോൾ പണ്ട് കാലത്തെ തായ് ബർമ്മ റെയിൽവേ
ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനെ ഡെത്ത് റെയിൽവേ എന്നാണ് ഇവർ പേരിട്ടിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് സ്റ്റോറീസ് എന്നുള്ളത്. ഞാനതിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ പാക്കേജിലേ ഒരു ട്രെയിൻ യാത്രയുണ്ട്, കാഞ്ചനപുരിയിലത്തെ ട്രെയിൻ യാത്ര. ഇപ്പം തന്നെ വീഡിയോ കുറേ ലെങ്തായി. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ യാത്ര അടുത്ത ദിവസം വരുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബൈ.